Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? സുഖാണോ? കുറച്ച് നാളായില്ലേ നമ്മളെ കണ്ടിട്ട്. കഴിച്ചു. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് 6th മൊഡ്യൂളിലെ ചാപ്റ്റർ 2 ആണ്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ അഡ്മിനിസ്ട്രേഷൻ വ്യൂ. അതാണ് നമ്മൾ എടുത്തത്. ചലഞ്ചസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം. The benefits of a successful healthcare operations. There are a number of benefits to successful healthcare operations management. ഈ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഹെൽത്ത് ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. Second one, improved bottom line and competitive edge. Third one, automating and or simplifying recurring tasks. Fourth one, clarifying roles, identifying patient care trends, improved employee productivity. ഇത്ര വരെയാണ് നമ്മൾ എടുത്ത് നമ്മുടെ പോയിന്റ്സുകളായിട്ട് പറയുന്നത്. ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇനി പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് ആണ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. Customers are more informed and have higher expectations for healthcare service than ever. അപ്പൊ എന്താണ്, ഓരോ കസ്റ്റമേഴ്സും ഓരോ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ, ഓരോ പേഷ്യൻസും വരുന്നത്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. പേജ് നമ്പർ എത്രയാണ്? 38 കേട്ടോ, 38. ഓക്കെ, അപ്പൊ ഓരോ കസ്റ്റമേഴ്സും അല്ലെ, ഓരോ പേഷ്യൻസും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ഹയർ ആയിട്ടുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വരുന്നത് അല്ലെ. അവരുടെ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയായിരിക്കും അവരുടെ പ്രതീക്ഷകളായിട്ട് പറയാം? എന്തൊക്കെ വരുന്നുണ്ട്? ഹയർ എക്സ്പെക്ടേഷൻസ്, പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരിക്കാം? ക്വാളിറ്റി സർവീസ്, പിന്നെ ഇത്രയുള്ളോ? ക്വാളിറ്റി സർവീസ് മാത്രമുള്ളോ? എക്സ്പെക്ടേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കാം? നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം, ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല രീതിയിൽ കെയർ ചെയ്യാം, അവരെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ചെയ്യാം, അതുപോലെ അവരെ മനസ്സിലാക്കുക അല്ലെ, ബെറ്റർ കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹയർ എക്സ്പെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഓഫറിംഗ് എക്സലന്റ് കസ്റ്റമർ സർവീസ് ഈസ് വൈറ്റൽ for any business, but it's especially important in healthcare, where every interactions can have significant consequences. Operational excellence giving employees the proper tool to be confident and successful in customer interactions, so they are well prepared to deliver high quality service, high quality care. ഇപ്പൊ നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസ്, നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് വരുന്നത് അല്ലെ. ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവര് ഓഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് ആണ്. നല്ല രീതിയിലുള്ള എക്സലന്റ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാല് ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും നിലനിൽക്കുള്ളൂ അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആയാലും നല്ല രീതിയിൽ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ പ്രൈസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാല് അതിന് ആളുകൾ ഉണ്ടാവുള്ളൂ.
അപ്പൊ ആളുകളെ മനസ്സിലാക്കിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ആളുകൾക്ക് ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അപ്പൊ അവർക്ക് ഏതൊരു ബിസിനസ് സ്ഥാപനമായിട്ടുണ്ടെങ്കിലും ആ പേഷ്യൻസിനാവാം അവരുടെ കസ്റ്റമേഴ്സിന് എക്സലന്റ് സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും അതിൽ ഇതുണ്ട്, നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എന്നിരുന്നാലും അതിലൊരു കോൺസിക്വൻസസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഫലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഓപ്പറേഷൻസ് എക്സലൻസ് റിക്വയർ ഗിവിംഗ് employees the proper tool to confident and successful in customer interactions, so they are well prepared to deliver high quality care. നല്ല രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് നമ്മള് കസ്റ്റമേഴ്സിന് നൽകുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ഇല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്താം, രോഗം നിർണ്ണയിച്ച് അതിനുള്ള ബെറ്റർ ട്രീറ്റ്മെന്റുകള്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ നല്ല രീതിയിലാക്കാം, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബിഹേവിയർ, ഇതൊക്കെ നല്ല രീതിയിലാണെങ്കിൽ പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് മറ്റുള്ളവരോട് പറയാനായിട്ട് ഇടവരും, നല്ല ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നത്, നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ സമൂഹത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിലനിൽക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് ഹോസ്പിറ്റലുകാർ രോഗികൾക്ക് നൽകുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലുള്ള റിസൾട്ട് ആണ് കിട്ടുന്നത്. അതർവൈസ് ആണെങ്കിലോ ചീത്ത റിസൾട്ട് ആയിരിക്കും, ബാഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെ? ചില ഹോസ്പിറ്റലുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, നല്ല രീതിയിൽ ക്ലീനിങ് ഉണ്ടാവില്ല, അതുപോലെ ഡോക്ടർ നമ്മളെ കേൾക്കാനായിട്ട് തയ്യാറാവില്ല, നല്ല രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കില്ല, നമുക്ക് പെരുമാറ്റങ്ങളൊക്കെ നല്ല രീതിയിലായിരിക്കും, മിസ്ബിഹേവിയർ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അവർ മടിക്കും. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് രോഗികൾക്ക് കൊടുക്കുന്നതെങ്കിൽ രോഗികളുടെ കയ്യിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇടവരുന്നുണ്ട്. By enabling health care workers with the easy to use the solution for the communication, data tracking and appointment scheduling, you will be able to provide your client with the consistent high quality experience. This make it easier to develop the long-term relationship that help you serve more clients and grow the business. എന്താ പറയുന്നത്? അപ്പോ ഈ എംപ്ലോയീസിന്, ഹോസ്പിറ്റലിലുള്ള എംപ്ലോയീസിന് കോൺഫിഡന്റ് ആയിട്ടും സക്സസ് ആയിട്ടും കസ്റ്റമർ കെയർ, കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തക്ക രീതിയിലുള്ള ടൂൾസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഒരു എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല പ്രോബ്ലംസും, അല്ലെ? ജനറൽ പ്രോബ്ലംസും പഠിച്ചിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസും പഠിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഇല്ലാത്ത അവസ്ഥ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥ, നല്ല രീതിയിൽ കെയർ ചെയ്യാനായിട്ട് ഇല്ലാത്ത അവസ്ഥ, റെസിസ്റ്റൻസ്, തടസ്സങ്ങൾ, പല തടസ്സങ്ങൾ വരുന്നത്, അതുപോലെ തന്നെ മിസ്ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോബ്ലംസുകൾ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിലൊക്കെ വരുന്ന സ്പെസിഫിക് ആൻഡ് ജനറൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, കോൺഫിഡൻസ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കോൺഫിഡൻസ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും കസ്റ്റമർ കെയർ നല്ല രീതിയിൽ പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ടൂൾസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്ത് സൊല്യൂഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ ട്രാക്ക് ചെയ്യാനായിട്ട്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമുക്കൊരു ടൂൾസ്, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ടൂൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹോസ്പിറ്റലുകളിൽ കസ്റ്റമർ സർവീസ് കൊടുക്കാനായിട്ട് പറ്റും. എന്താണ് ഉദ്ദേശിക്കുന്നത് ടൂൾ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും? എന്ത് ടൂളാണ് ഉദ്ദേശിക്കുന്നത്? ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്ത് ടൂളാണ്? നമ്മൾ പഠിച്ചത് എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ മാനേജ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ടൂളൊക്കെ നമ്മൾ ചെയ്യണം? എന്ത് ടൂളാണ്? സോഫ്റ്റ്വെയർ, അല്ലെ? സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സോഫ്റ്റ്വെയർ ഡാറ്റ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ
നമ്മുടെ ഡാറ്റ എന്താണ് സിസ്റ്റം അല്ലെ, HIS അല്ലെ, അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് എറേഴ്സ് ഇല്ലാതെ പെട്ടെന്ന് ആളുകളെ മടുപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ്. More efficient operations mean less wasted time and money, which translated to better profit margins. Buildings and maintaining a profitable healthcare organization required running operations as smoothly as is possible while keeping employees and customers satisfied. ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ട് നടക്കാനായിട്ട്, പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനും, ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഉയർത്തണം. ഓക്കെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനായിട്ടും എക്സലന്റ് ആയിട്ട് നടത്താനായിട്ടും, അതുപോലെ പേഷ്യന്റിന് നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ടും ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അവരുടെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ഉയർത്തണം. അതായത് സാമ്പത്തികമായിട്ടുള്ള സ്റ്റേബിൾ നമ്മൾ ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉയർത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ പേഷ്യന്റിനെ എന്താണ് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് വേണ്ട രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ആവിഷ്കരിക്കുക. കുറെ സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ് പേഷ്യന്റിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്. ഇപ്പോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ഒരു സ്റ്റാഫ് ഉണ്ടാവും. അപ്പൊ അവര് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പുതിയതായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസിന് അവരുടെ ഡിപ്പാർട്ട്മെന്റോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അപ്പൊ അത് കാണിച്ചു കൊടുക്കാം. അതുപോലെ ഇപ്പൊ നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലം എന്താണ്, റിസപ്ഷൻ ആണല്ലേ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, അതൊക്കെ നീറ്റ് ആക്കിയിടാം. അതുപോലെ തന്നെ ഇപ്പോ ഡിസ്ചാർജ് ആയി പോയതിനു ശേഷം നമ്മള് വിളിച്ചു ചോദിക്കുക, ടെലിഫോൺ ഇന്റർവ്യൂസ് നടത്താം. എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ, മോശമാണോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ടോ, എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് വഴിയാണ്. അതൊക്കെയാണ് സ്ട്രാറ്റജീസ് ആണ്. ഫോളോ അപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താ ഇപ്പോ നെയിം ടാഗ്സ് യൂസ് ചെയ്യുക. അതൊക്കെ എന്താണ് ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ആണ് ഓരോ സ്റ്റാഫുകളെ നമ്മൾ കാണുമ്പോൾ. അതൊക്കെ എന്താണ് മറ്റു കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനായിട്ടും അങ്ങനെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മെനയേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. With a strong operations management, you can find opportunities to improve the many different places such as. Okay, ഇവിടെ പറയുന്നത് എന്താണ്, എങ്ങനെയുള്ള എന്താണ് ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെങ്കിൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ട്, പേഷ്യൻസിന് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഉയർത്തണം. അതുപോലെ തന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട്, പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസും കെയറിംഗ് ഒക്കെയാണ് കൊടുക്കുന്നത്. കാരണം എന്താണ്, ആളുകൾക്ക് അവിടെ വരണം അല്ലെ, എന്നാൽ അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പേഷ്യൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൽ ഇത്ര 6 months കഴിയുമ്പോൾ ഇത്ര പെർസെന്റേജ് പേഷ്യന്റിനെ എത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നു മാർക്കറ്റിംഗിലൊക്കെ. ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാം ആ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് അവിടുത്തെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഇതിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇത്ര പെർസെന്റേജ് ഇത്ര ആൾക്കാരെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോഫിറ്റ് ഉയർത്താനായിട്ടും പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും സാധിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് automatic or simplifying recurring task. Identify the points in administrative process that require manual work, like calling to confirmation appointments, and identify a simpler, more automated and less
errors, fraud method, like an automatic appointment reminder system. This free up time for tasks that are more important to the customer and the bottom line. എന്താ പറയുന്നത് ഈ ഓട്ടോമാറ്റിക് സിംപ്ലിഫൈയിങ് റിക്കറിംഗ് ടാസ്കുകൾ ഈ റിക്കറിംഗ് ടാസ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവർത്തിക്കുന്ന ജോലികൾ കേട്ടോ ഡേ ടു ഡേ പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഹോസ്പിറ്റലുകളിൽ കൂടുതൽ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ, ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഡേ ടു ഡേ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മള് ഇപ്പൊ മാനുവലി നമ്മള് എന്താണ് പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യാറുണ്ട്, മാനുവൽ വർക്കുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ കൺഫേം ചെയ്യാറുണ്ട്. ഇതൊക്കെ സിംപ്ലിഫൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു സിസ്റ്റം അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിംപ്ലിഫൈ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പൊ മാനുവലി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ എന്തായിരിക്കും? മാനുവലി നമ്മൾ ഓരോ വർക്കും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ, മാനുവലി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കാം? എറേഴ്സ് ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ നമ്മൾ EHRലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താണ്, മാനുവലി നമ്മൾ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ എറേഴ്സ് കൂടും, ടൈം കൂടും ഇല്ലേ? ടൈം കൂടുതലായിരിക്കും, കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാനുവലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് കൂടും, ടൈം ഉണ്ടാവും, ടൈം കൂടുതലായിരിക്കും, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, എറേഴ്സ് കൂടുതലായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എന്താണ്, ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ അല്ലെ, നമ്മുടെ വർക്കും കാര്യങ്ങളും സിംപ്ലിഫൈ ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ടൈം എടുക്കുന്നില്ല, പ്രത്യേകിച്ച് ടൈം എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എറേഴ്സ് കുറവായിരിക്കും. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എടുക്കാനായിട്ട് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാകുന്നുണ്ട് അല്ലെ. ടൈം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അപ്പൊ എന്താണ്, നമ്മളിപ്പോ മാനുവലി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കുറവ് ടൈം മതി. മാനുവലി ആണെങ്കിൽ കൂടുതൽ ടൈം വേണം. ഇങ്ങനെ സിസ്റ്റത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ വർക്ക് സിംപ്ലിഫൈ ആക്കാനും അത് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. ബാക്കിയുള്ള കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ സ്റ്റാഫുകൾക്ക്, ആ സ്റ്റാഫുകൾക്ക് അപ്പൊ എന്താണ് കുറച്ച് ആ ടൈം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വർക്കുകൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാനായിട്ടും ബാക്കിയുള്ള ടൈം ഈ പേഷ്യൻസിന്റെ കൂടെ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ടും സാധിക്കുന്നു. അതാണ് ഓട്ടോമാറ്റിക് ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്. ഇനി നെക്സ്റ്റ് ആണ് ക്ലാരിഫൈങ് റോള്. Sometimes tasks are delayed or missed because no one knows who is responsible. Find these trouble areas, reset the expectations, and clarify roles to improve operations and increase employees' productivity. അപ്പോൾ ക്ലാരിഫൈങ് റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മിസ്സായി പോകാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റലുകളിൽ ചില സമയത്ത് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മിസ്സായി പോകാം, അല്ലെങ്കിൽ എന്താണ് ഡിലേ സംഭവിക്കാം, ഡിലേ വരുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പൊ ആരാണ് ജോലി ചെയ്യാത്തത് എന്ന് അറിയാത്തതിന്റെ പേരിൽ, ആരാണ് അത് ചെയ്യാത്തത് അല്ലെങ്കിൽ ആ ജോലി ചെയ്യാത്തത് ആരാണ് എന്നുള്ളത് അറിയാത്തതിന്റെ പേരിലാണ് അങ്ങനെ ഡിലേ സംഭവിക്കുന്നതും അങ്ങനെയുള്ള ആ പ്രവർത്തനങ്ങൾ മിസ്സായി പോകുന്നതും സംഭവിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ട്രബിൾ ഏരിയാസ് നമ്മൾ കണ്ടുപിടിക്കുകയും അത്തരത്തിലുള്ള ജോലി ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണോ അല്ലെങ്കിൽ ആ ജോലി ചെയ്യാത്തത് ആരാണോ അത് കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്താണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, വർക്കുകൾ കംപ്ലീറ്റ് ആക്കാനായിട്ടും ഡിലേ ഉണ്ടാവാതെ കൃത്യമായിട്ടുള്ള വർക്കുകൾ അവിടെ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഓക്കെ,
ചില സമയത്ത് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഡിലേ സംഭവിക്കാം, ചിലപ്പോൾ വർക്കുകളൊക്കെ മിസ്സായി പോകാം, ചിലപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. അങ്ങനെ വരുമ്പോൾ ആരാണെന്നുള്ളത്, അത് ചെയ്യാത്തത് ആരാണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അവരെ കൊണ്ട് വർക്ക് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിലേ വരാതെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇത്രയും വരെ ഒന്ന് വായിച്ചു നോക്കി. 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലാരിഫൈങ് റോള്, ഓട്ടോമേറ്റിംഗ് ഓർ സിംപ്ലിഫൈങ് റിക്കറിംഗ് ടാസ്ക്, ഇംപ്രൂവ്ഡ് ബോട്ടം ലൈൻ ആൻഡ് കോമ്പറ്റീറ്റീവ് എഡ്ജ്, ബെറ്റർ ക്ലയന്റ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ് 2 പോയിന്റ് കൂടി ഇട്ടാം ബെനിഫിറ്റിൽ. ഓക്കെ, ഐഡന്റിഫൈങ് പേഷ്യന്റ് കെയർ ട്രെൻഡ്. By collecting and reviewing patient satisfaction data and employee engagement data, you can take meaningful action in underperforming areas. If patients are waiting too long for appointments, find a way to optimize the scheduling and the booking process. If employees are frustrated by long hours, look at opportunities to better manage the schedule or bringing in qualified temporary workers. Paying
close attention to trend in service delivery help you make informed data-driven decisions that put you one step ahead of the competition. It also help you get ahead of trends that greatly impact revenue, like employee retention and customer satisfaction. എന്താണ് അതിൽ പറയുന്നത്? By collecting and reviewing patient satisfaction data and employee engagement data. ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡാറ്റയിലൂടെയും അതുപോലെ തന്നെ എംപ്ലോയി എൻഗേജ്മെന്റ് ഡാറ്റയിലൂടെയും നമുക്ക് അവലോകനം നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എവിടെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അണ്ടർ പെർഫോമിംഗ് ഏരിയാസ് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഡാറ്റയിലൂടെയും എംപ്ലോയി എൻഗേജ്മെന്റ് ഡാറ്റയിലൂടെയും ഈ രണ്ടിന്റെയും അവലോകനം നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് എവിടെയൊക്കെയാണ് അണ്ടർ പെർഫോമിംഗ് ഏരിയാസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. If the patient are waiting too long for appointment, ഇനി പോരായ്മകളാണ് പറയുന്നത് പേഷ്യൻസ് കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട്. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് നടത്താനായിട്ട് ഈ ബുക്കിംഗ് പ്രോസസ്സുകൾ കറക്റ്റ് ആയിട്ട് നടത്താനായിട്ടൊക്കെ അതൊക്കെയാണ് ഒരു പോരായ്മകൾ. കൃത്യമായിട്ട് നടക്കാത്തത് മൂലം പേഷ്യന്റ് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോയിന്റ്മെന്റ് എടുത്ത പേഷ്യൻസ് ആയാലും ചിലപ്പോൾ എന്താണ് നമ്മള് പോരായ്മകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുത്തവർ വന്നിട്ടുണ്ടെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുക്കാത്തവരെ കയറ്റി വിടുന്ന ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പേഷ്യന്റിന് കൂടുതൽ മുഷിച്ചിലുണ്ടാക്കാനായിട്ടും സാധ്യതകൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ കുറെ നേരം അവരെന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആകും അല്ലെ? അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് മാറ്റേണ്ടതായിട്ടുണ്ട്. അവര് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പേഷ്യൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു നല്ല രീതിയിലൊരു ടെൻഷൻ കൊടുത്തുകൊണ്ട് അങ്ങനെ എന്താണ് ഈ ട്രെൻഡ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങള് നമ്മൾക്ക് അറിയാം. ഇപ്പൊ പുതിയ ട്രെൻഡുകൾ വരുന്നതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെ? അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലുകളിൽ പുതിയ ഇന്നോവേഷൻസ്, പുതിയ ടെക്നോളജീസ്, പുതിയ ട്രെൻഡ്സുകൾ വരുന്നത് കൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസിലുള്ള ആ പുതിയ ട്രെൻഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് കാലത്തിനോടനുബന്ധിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അല്ലെ? പുതിയ ട്രെൻഡ്സുകൾ എവിടെയാണ് വരുന്നത്? നമ്മൾ മനുഷ്യരായാലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ട്രെൻഡിനോട് നമ്മൾ അഡ്ജസ്റ്റ് ആവാനായിട്ട് പഠിക്കണം. അപ്പോ ഹോസ്പിറ്റലുകളിൽ വരുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സർവീസിൽ വരുന്ന പുതിയ ട്രെൻഡുകൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് എവിടേക്കാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്നുള്ളത് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് തയ്യാറാവണം. അപ്പൊ ട്രെൻഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഏതിനൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഏതിനൊക്കെയാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? ഈ റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ടും എംപ്ലോയി റിട്ടൻഷൻ എംപ്ലോയീസിനെ നിലനിർത്താനായിട്ടും അല്ലെ? അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടും അതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും എംപ്ലോയീസിനെ നിലനിർത്താനായിട്ടും അല്ലെ? അവർ കുറെ കാര്യങ്ങൾ പേപ്പർ വർക്കോ കാര്യങ്ങളോ മാനുവലി ചെയ്യാതെ പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അതുവഴി എന്താണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു മോട്ടിവേഷൻ കിട്ടുന്നു, ഒരു കോൺഫിഡൻസ് കിട്ടുന്നു, അവരുടെ വർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ അവര് നിലനിൽക്കാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നതിലൂടെ എന്താണ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ റവന്യൂ ഇൻക്രീസ് ആവാനായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് ആളുകൾ വരാനായിട്ടും ഇനി നമ്മുടെ ഈ
നമ്മുടെ ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് പോയിട്ട് വേറെ ആളുകളോട് പറഞ്ഞിട്ട് അവര് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാനായിട്ട് ഇടവരുന്നുണ്ട്. അതുവഴി എന്താണ് പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. Okay, improved employee productivity. The numerous road blocks. Road blocks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തടസ്സങ്ങൾ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റോഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ തന്നെ. Numerous road blocks that often arise in healthcare operations, disparate data, siloed process, or poor communications, impaired productivity. Healthcare providers, schedulers, and administrators making calls and not enough time delivering care. Strong healthcare operations supported by centralized technology put the focus where it belongs, caring for employees, patients, reducing and eliminating operational bottlenecks, make more productive doctors, nurses, home health care, lab technicians, and other staff members. ഇവിടെ പറയുന്നത് എന്താണ് ഈ ഡിസ്പറേറ്റ് ഡാറ്റ, വ്യത്യസ്തമായിട്ടുള്ള ഡിസ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകള്, സിലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട അതിന്റെ മീനിങ് ഒറ്റപ്പെട്ട. ഡിസ്പറേറ്റ് ഡാറ്റ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകള്, ഒറ്റപ്പെട്ട പ്രോസസ്സ്, അതുപോലെ തന്നെ പുവർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്ത് തടസ്സപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. ഇമ്പയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പയർഡ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകള്, അതുപോലെ ഒറ്റപ്പെട്ട പ്രോസസ്സ്, പൂർ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയെ തടസ്സപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, കസ്റ്റമേഴ്സിന് സർവീസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരാനായിട്ട് ഇടവരില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സർവീസുകൾ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് നമ്മൾ ചെയ്യണം, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ യൂസ് ചെയ്യണം. അതായത് എന്താണ് സെൻട്രലൈസ്ഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടും സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അതുവഴി ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നല്ല രീതിയിലുള്ള സർവീസ്, കസ്റ്റമർ കെയർ സർവീസ് കൊടുക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ബോട്ടിൽനെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ കുറെ പേഷ്യന്റ് കെയറിനുള്ള തടസ്സങ്ങളായാലും പല തടസ്സങ്ങൾ വരുമ്പോഴും അതൊക്കെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നതിലൂടെ അതൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, കുറയ്ക്കാനായിട്ട് പറ്റും. ഡോക്ടേഴ്സ്, നഴ്സുമാര്, ഹോം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ലാബ് ടെക്നീഷ്യൻസ്, അതർ മെമ്പേഴ്സ് ഇവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോഫ്റ്റ്വെയർ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ബോട്ടിൽനെക്സ്, തടസ്സങ്ങൾ, ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന തടസ്സങ്ങളെ എലിമിനേറ്റ് ചെയ്ത് കളയാം, റിഡ്യൂസ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടേഴ്സുമാരെയും നഴ്സുമാരെയും ഹോം ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ലാബ് ടെക്നീഷ്യൻസ്, അതർ സ്റ്റാഫ് മെമ്പേഴ്സിനൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചെടുക്കാനായിട്ടും ഈ സെൻട്രലൈസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സാധ്യമാണ്. ഓക്കെ, 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ.
കഴിഞ്ഞെങ്കിലും പറയണം കേട്ടോ. Next, നോക്കാം how to improve operations management. There are several ways to improve healthcare operation management for better patient outcomes and a positive employee experience. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ജീവനക്കാർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് താഴെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കളക്ട് ആൻഡ് ലിവറേജ് ഡാറ്റ. ഓക്കെ, ഡാറ്റ ഹെൽപ്പ് ഹെൽത്ത് കെയർ ലീഡേഴ്സ് make informed decisions that steer the organization towards the success and prepare it for crisis. The specific for your healthcare service, business goals and patient base will determine the deal data you will want to gather and use to your advantage. Depending on these factors, you may include service provider by label, time, village, and mileage and travel reimbursement for mobile workers and patient reported wellness. But it can be a real essence and to collect and leverage the right data unless you have the right tools. And once you have captured the data, the discrete system in which it lies may make it difficult to collect and analyze in the meaningful way. ഇവിടെ പറയുന്നത് ശരിയായ രീതിയിലുള്ള ഡാറ്റ ഓർഗനൈസേഷനെ ശരിയായ രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുകയും അതായത് ഓർഗനൈസേഷനെ സക്സസിലേക്ക് നയിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിയായ ഡാറ്റ, കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ശരിയായ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. അത് ഓർഗനൈസേഷനെ സക്സസിലേക്ക് നയിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്രൈസിസ് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർകം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഡാറ്റകൾ സഹായകരമാണ്. ഹെൽത്ത് കെയർ സർവീസ് അതുപോലെ തന്നെ ബിസിനസ് ഗോൾസ് പേഷ്യന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സഹായകമാണ്. ഹെൽത്ത് കെയർ സർവീസസ് ബിസിനസ് ഗോൾസ് പേഷ്യന്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് സഹായകമാണ്. അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഹെൽത്ത് കെയർ ബിസിനസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് ടൈം, അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കാര്യത്തിലായാലും അതുപോലെ തന്നെ റിപ്പോർട്ട് പേഷ്യൻസിന് എത്രത്തോളം സംതൃപ്തരാണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ആശ്രയിച്ചാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത്. ഇനി പറയുന്നത് എന്താണ്, ശരിയായ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നത് ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയായ രീതിയിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യം എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമുക്ക് ട്രൂ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഏതൊരു ഡാറ്റ നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഏതൊരു ഡാറ്റ കളക്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയായ ടൂൾസുകൾ നമുക്ക് ഇല്ലെങ്കിൽ അത് ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പേപ്പർ ബഡ്സോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ പേപ്പർ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
ആണല്ലേ. പിന്നെ അതുപോലെ തന്നെ പേപ്പർ വർക്ക്സുകളൊക്കെ ആണെങ്കിലും എറേഴ്സുകൾ ഉണ്ടാവും, ടൈം കൺസ്യൂമിംഗ് ആണ്, ടൈം വളരെ പോകും, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ഇങ്ങനെയുള്ള ഡിസ്അഡ്വാൻറ്റേജസും അതിനുണ്ട്. അപ്പോ ശരിയായ ടൂൾസുകൾ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടാനായിട്ടും റിട്രീവ് ചെയ്തെടുക്കാനായിട്ടും വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, അത് കമ്പൈൻ ചെയ്യാനായിട്ട്, അത് അനലൈസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പല ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിരിക്കട്ടെ, പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോ എവിടേക്കാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, സിസ്റ്റത്തിലായാലും കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ സൂക്ഷിക്കും, ഫയലില് ഡോക്യുമെന്റുകളായിട്ട് സൂക്ഷിക്കാറുണ്ട്. പലയിടത്തും നമ്മൾ പല ഇങ്ങനെ ചിത്രയൊക്കെ എടുക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്താണ്, അപ്പൊ അതുവഴി നമുക്ക് ഇങ്ങനെ പല രീതിയിലായിരിക്കും നമ്മൾ ഡാറ്റകൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഡാറ്റകൾ കമ്പൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പലയിടത്തും ഇപ്പോ പല ഫയലായിരിക്കാം, അല്ലെങ്കിൽ പല ഡോക്യുമെന്റുകളായിട്ടായിരിക്കാം. അതൊക്കെ നമ്മൾ എടുത്ത് കളക്ട് ചെയ്ത് ഒത്തു നോക്കി അത് എടുത്ത് കളക്ട് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുകളാണെന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഡാറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ നോക്കി എന്നിട്ട് ചെറുതാക്കി പറഞ്ഞു തരാം. വിത്ത് ദ റൈറ്റ് ടെക്നോളജി however you can simplify the process and added value to your business in one fell swoop. Look for a solution that automatically collects data whenever your workers are, whether that is in the office, at the patient's home, or at a testing site through secure mobile services. Set clear KPIs. എന്താണെന്നറിയോ അതിന്റെ എക്സ്പാൻഡ് ഫോം? എന്താണ് അതിന്റെ എക്സ്പാൻഡ് ഫോം എന്നറിയോ? KPI that have a demonstrable impact on the business. Track those KPIs over time and use them to hold the organization accountable for operational improvements. Key performance indicators. Very good. എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് key performance indicators? ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മയില്ല. എവിടെയാ പഠിച്ചിരിക്കുന്നത് key performance indicators? ഓർക്കുന്നുണ്ട്? എവിടെയാണ്? ഡിപ്ലോമയിലാണല്ലേ. എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് key performance indicators? വെരി ഗുഡ്. ക്വാളിറ്റി മാനേജ്മെന്റിൽ അല്ലെ. ഒരു 32 ഫോർമുലാസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചില്ലേ? 32 ഫോർമുലാസ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റിലാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഡാറ്റ, എന്താണ്, ശരിയായ രീതിയിലുള്ള ഡാറ്റ ശേഖരിക്കുന്നതും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ കൂടിയിട്ടാണ് അതിന്റെ ഇത് പറയുന്നത്. ഓക്കെ, ഒന്നാമത് പറയുന്നത് ടെക്നോളജി. ഓക്കെ, ടെക്നോളജി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക, അതുപോലെ പ്രോപ്പർ ആയിട്ട് ഡാറ്റകൾ കളക്ട് ചെയ്യുക. പിന്നീട് പറയുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ട്രാക്കിംഗ്. ഓക്കെ, ഇത് 3 കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താണ്, ഓപ്പറേഷണൽ എഫിഷ്യന്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നാമത് പറയുന്നത് എന്താണ്, ടെക്നോളജി. ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മതി. ടെക്നോളജി പ്ലസ് ഡാറ്റ കളക്ഷൻ പ്ലസ് technology plus data collection plus technology plus data collection plus key performance indicator tracking key performance indicator tracking equal to operational efficiency. Technology plus data collection plus key performance indicators
tracking equal to operational efficiency. Okay. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ആ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് അത്രയും കാര്യങ്ങളാണ് ആ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ജസ്റ്റ് ക്വാളിറ്റി മാനേജ്മെന്റ് മറിച്ച് നോക്കാട്ടോ അറിയാത്തവർ ഓർമ്മയില്ലാത്തവരൊക്കെ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കിട്ടിയോ? വായിച്ചു നോക്കി ആ പാരഗ്രാഫ്. കളക്ട് ആൻഡ് ലിബറേറ്റ് ഡാറ്റ, ശരിയായ ഡാറ്റ ശേഖരിക്കലും ഉപയോഗപ്പെടുത്തലും. ശരിയായ ഡാറ്റ ഓർഗനൈസേഷനെ ശരിയായ രീതിയിലുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് സക്സസിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഡാറ്റയിലൂടെ നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ഡാറ്റ സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ഈ ഹെൽത്ത് കെയർ ബിസിനസിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ എന്തിനൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അതിന്റെ ടൈമിങ്, അതുപോലെ തന്നെ ഈ പേഷ്യന്റ് എത്രത്തോളം അതിൽ സംതൃപ്തരാണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്നതിനനുസരിച്ച് പേഷ്യന്റ് റിപ്പോർട്ടഡ് വെൽനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് എത്രത്തോളം സംതൃപ്തരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ശരിയായ ഡാറ്റ കളക്ട് ചെയ്യുക എന്നത് എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഡാറ്റകൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും എന്താണ് അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. ശരിയായ ഡാറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്യാൻ അല്ലെ. ഇപ്പൊ കമ്പ്യൂട്ടറിലായാലും നമ്മളിപ്പോ സ്റ്റോർ ചെയ്യുന്നതൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഫയലിലായിരിക്കും, ഡോക്യുമെന്റ് വൈസ് ആയിരിക്കും. പലയിടത്തു നിന്നും ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്തെടുത്ത് അത് എന്താണ് അത് ബന്ധിപ്പിക്കാനായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നാ പറയുന്നത്? ഒന്നാമതായിട്ട് വേണ്ടത് സോഫ്റ്റ്വെയർ സംവിധാനം അല്ലെ, ടെക്നോളജി വേണം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡാറ്റകൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻ വേണം. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ട്രാക്കിംഗ്, അതുപോലെ തന്നെ ഈ മൂന്നുകളിൽ ചേർന്നാൽ എന്താണ് നല്ല രീതിയിൽ ഓപ്പറേഷൻ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് അല്ലെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും എഫിഷ്യന്റ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. എത്ര വരെ എടുക്കുന്നുള്ളൂ മിസ്? ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത്ര വരെ എടുത്തതില്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.